തളച്ച് സോണിയാഗാന്ധി ബി.ജെ.പിക്ക് ഭരണം കിട്ടിയതിൽ പിന്നെ അത്രയും കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിനെതിരെ കടുത്ത നീക്കം നടത്തുകയാണ് മോദിയും അമിത്ഷായും അടക്കമുള്ളവർ. രാജ്യം ഭരിക്കുന്നു എന്ന് കരുതി എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആക്കിയാണ് ഇപ്പോൾ ബി.ജെ.പി ഇതിനെ എടുത്തിരിക്കുന്നത്. എന്നാൽ അതിനിട്ടൊരു അടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധി. ഇനിയും സഭക്കകത്ത് ഇത്തരം രീതികൾ വെച്ചു പൊറുപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയറാം രമേശ് സോണിയാഗാന്ധിക്ക് വേണ്ടി ചട്ടം 188 പ്രകാരം അമിത്ഷായ്ക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 25-ന് രാജ്യസഭയിൽ 2024 ദുരന്ത നിവാരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെ അമിത്ഷാ നടത്തിയ പ്രസ്താവനയിലാണിപ്പോൾ വിവാദങ്ങൾ മുറുകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി കോൺഗ്രസ് ഭരണകാലത്ത് സ്ഥാപിതമായി എന്നും അന്നൊരു കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ഭാഗമായിരുന്നു എന്നും അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ഒരു കുടുംബമാണ് രാജ്യം നിയന്ത്രിച്ചിരുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾ എന്തുത്തരം നൽകും? ആരും അത് വായിക്കുകയോ കാണുകയോ ചെയ്യില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അമിത്ഷാ ചോദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും NDAയുടെയും കാലത്ത് PM കെയേഴ്സ് ഫണ്ട് സ്ഥാപിതമായത് എന്നും അമിത്ഷാ പറയുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കലാപങ്ങൾ, മറ്റ് അടിയന്തരാവസ്ഥകൾ എന്നിവയാൽ ബാധിച്ചവർക്ക് സഹായം നൽകുന്നതിനായി 1948-ലാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി സ്ഥാപിതമായത്. ഇത് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുകയും ഒരു പൊതു ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സോണിയെ അപകീർത്തിപ്പെടുത്താനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഉദ്ദേശത്തോടെയാണ് അമിത്ഷാ അങ്ങനെ ചെയ്തത് എന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അവകാശ ലംഘന നോട്ടീസ്.